എല്ലാ കൂട്ടുകാർക്കും കേരള PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ SCRTയിൽ സയൻസ് ആണ് ഇപ്പോൾ ക്ലാസ് എടുത്തിട്ട് പോകുന്നത്. അതിൽ 5ാം ക്ലാസ് സയൻസ് നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 6ാം ക്ലാസ്സിലെ 5 വരെയുള്ള ചാപ്റ്റർ എന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇത് അധ്യായം 6 ആണ്. അധ്യായം 6 ഒന്നിച്ചു നിൽക്കാം, ലിവിങ് ഹാർമണി എന്ന ലെസൺ ആണ് ഇന്നത്തെ നമ്മൾ ക്ലാസ് കൊണ്ടുപോകുന്നത്. കാരണം നമ്മൾ ഇതിൽ നിന്ന് എന്ത് ചോദിക്കാറുണ്ട്, PSC എക്സാമുകൾക്ക് ഈ ഒരു ലെസൺ എന്ന് പറയുന്നത് അത്രയധികം ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ, ഒന്ന് ലൈക്ക് ചെയ്യാനോ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. തീർച്ചയായിട്ടും ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം കൂടിയിട്ട് ഒന്ന് കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യണം, 10 വരെയുള്ളത് SCRTയിൽ 10 വരെയുള്ള സയൻസിൽ ഫിസിക്സും ബയോളജിയും കെമിസ്ട്രിയും കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ പരീക്ഷയ്ക്ക് മാർക്ക്, സയൻസിൽ നിന്ന് മാർക്ക് നമുക്ക് ഇതിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഫുള്ളായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം കേട്ടോ. തീർച്ചയായിട്ടും 5ാം ക്ലാസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, അത് കാണണം കേട്ടോ. അതുപോലെ സ്റ്റാൻഡേർഡ് 6ലും 5 വരെ അധ്യായങ്ങൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിൽ കുറച്ച് പഠിക്കാനുണ്ട്, ചെറിയ ലെസൺ ആണ്, ഒന്ന് പഠിച്ചു വരാം കേട്ടോ. ജീവീയ അജീവീയ ഘടകങ്ങൾ അവയുടെ പരസ്പര ബന്ധത്തിലൂടെ നിലനിൽക്കുന്ന സംവിധാനമാണ് ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. എക്കോസിസ്റ്റം അല്ലേ. എന്താണ് ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്? ജീവീയ അജീവീയ ഘടകങ്ങൾ അല്ലേ, ജീവനുള്ള വസ്തുക്കളും അതായത് ജീവനില്ലാത്ത വസ്തുക്കളും അവയുടെ പരസ്പര ബന്ധത്തിലൂടെ നിലനിൽക്കുന്ന സംവിധാനമാണ് എന്ത്, ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. ഒരു ജീവിയുടെ പ്രകൃതിദത്തമായിട്ടുള്ള ചുറ്റുപാടിനെയാണ് ആവാസം എന്ന് പറയുന്നത്. എന്താണ് ആവാസം? ഒരു ജീവിയുടെ പ്രകൃതിദത്തമായിട്ടുള്ള ചുറ്റുപാടാണ്. പ്രകൃതിദത്തമായിട്ടുള്ള ചുറ്റുപാടാണ്. ഇനി എന്തൊക്കെയാണ് ഉദാഹരണങ്ങൾ? കാവ്, പാടം, കുളം, പൂന്തോട്ടങ്ങൾ, ഇതൊക്കെ എന്തിന് ഉദാഹരണമാണ്? ആവാസത്തിന് ഉദാഹരണമാണ്. ജീവികളും അവയുടെ ആഹാരബന്ധങ്ങളും സൂചിപ്പിക്കുന്ന ശൃംഖല അല്ലെങ്കിൽ അതാണ് ഏത്, ഭക്ഷ്യ ശൃംഖല എന്ന് പറയുന്നത്. ജീവികളും അവയുടെ ആഹാരബന്ധങ്ങളും സൂചിപ്പിക്കുന്ന ശൃംഖലയാണ് ഭക്ഷ്യ ശൃംഖല. ഭക്ഷ്യ ശൃംഖലയിലെ ആദ്യത്തെ കണി 19ാം തീയതി നടന്ന LGS എക്സാമിന്, പ്രിലിമിനറി എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. ഭക്ഷ്യ ശൃംഖലയിലെ ആദ്യത്തെ കണി. ഇത് ഈ ഒരു എക്സാമിനല്ല കേട്ടോ, അതിന് മുമ്പ് നടന്ന ഒരുപാട് എക്സാമുകൾക്ക് ഇത് ചോദിക്കാറുണ്ട്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഭക്ഷ്യ ശൃംഖലയിലെ ആദ്യത്തെ കണ്ണി ഏതാണ്? ഹരിത സസ്യമാണ്. അവസാനത്തെ കണ്ണിയോ? മാംസ ഭോജികളാണ്. രണ്ടും നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യത്തെ കണ്ണി ഹരിത സസ്യങ്ങൾ, അവസാനത്തെ കണ്ണി മാംസഭോജികൾ. വിവിധ ഭക്ഷ്യ ശൃംഖലകൾ ചേർന്നതാണ് ഭക്ഷ്യ ശൃംഖലാജാലം എന്ന് പറയുന്നത്. ഹരിത സസ്യങ്ങൾ സ്വയം ആഹാരം നിർമ്മിക്കുന്നതിനാൽ അവയെ വിളിക്കുന്ന പേര് ഉൽപാദകർ എന്ന് പറയുന്നു. എന്താണ്? ഉൽപാദകർ എന്ന് പറയുന്നതൊക്കെ പ്രീവിയസ് ആണ് കേട്ടോ, നോട്ട് ചെയ്യുന്നേ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ ഈ ആവാസം, ഈ ഉദാഹരണം പഠിക്കാനുണ്ട്. ഈ കാവ്, കുളം, ഇതൊക്കെ എന്തിനു ഉദാഹരണമാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഹരിത സസ്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? സ്വന്തമായിട്ട് അവരെന്ത് ചെയ്യും? ആഹാരം നിർമ്മിക്കാറുണ്ട്. അതുകൊണ്ട് അവയെ വിളിക്കുന്ന പേരാണ് ഉൽപാദകർ എന്ന് പറയുന്നത്. ആഹാരത്തിനായിട്ട് മറ്റുള്ള ജീവികളെ ആശ്രയിക്കുന്നവരാണ് ആര്? അത് ഉപഭോക്താക്കൾ. ആഹാരത്തിന് ഇതിപ്പോൾ നമുക്കിത് രണ്ട് കണക്ട് ചെയ്യാം. ഇപ്പോൾ ഒരു കർഷകൻ എടുക്കുക. ഒരു കർഷകൻ എന്ത് ചെയ്യാറുണ്ട്? കൃഷി ചെയ്യാറുണ്ട് അല്ലേ. അദ്ദേഹം വിളവെടുപ്പ്, അതായത് ഒരു കൃഷിയുടെ സ്റ്റാർട്ടിങ് മുതൽ തൊട്ട് എൻഡിങ് വരെയുള്ള എല്ലാ രീതികളും അദ്ദേഹം ചെയ്യാറുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നല്ല രീതിയിൽ വിളവെടുപ്പ് അല്ലേ. അപ്പോൾ നമ്മൾ അവരെ എന്ത് പറയും? ഉൽപാദകർ എന്ന് പറയാറുണ്ട് അല്ലേ. കർഷകർ നമ്മൾ പറയും, അവരെ ഉൽപാദകർ പറയും. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നില്ല. നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ആഹാരത്തിനായിട്ടില്ലേ, ഇപ്പോൾ നമ്മൾക്ക് കൃഷിയൊന്നും ഇല്ലാന്ന് വെക്കുക, നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? അരി അല്ലേ, അതായത് ഭക്ഷണത്തിലുള്ള സാധനങ്ങൾ നമ്മൾ മറ്റുള്ളവരെ ആശ്രയിച്ചിട്ടാണ് നിൽക്കുന്നത്. അത് നമ്മൾ വാങ്ങിക്കുകയാണ് പോയി ചെയ്യുന്നത് അല്ലേ. നമ്മളപ്പോൾ എന്താണ്? ഉപഭോക്താക്കളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ആഹാരത്തിനായിട്ട് മറ്റുള്ള ജീവികളെ, ഇവിടെ സസ്യങ്ങളിൽ ബന്ധപ്പെട്ടിട്ട് പറയുന്നു. നമ്മൾ കോമൺ ആയിട്ട് ഒരു പൊതുവായിട്ട് പറയുമ്പോൾ നമ്മളാണ് അവിടെ എന്ത്, അതായത് നമ്മൾ പോയിട്ട് എന്ത് ചെയ്യണം? പോയി അരി വാങ്ങിക്കുന്നു, നമ്മൾ ഭക്ഷണം ഇവിടെ വെക്കുകയാണ് അല്ലേ. അപ്പോൾ വേറൊരു കർഷകനെ ആശ്രയിച്ചിട്ടാണ് നമ്മൾ ഇവിടെ ജീവിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ആരായിട്ട് മാറി? ഉപഭോക്താക്കളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ജൈവ അവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിനോട് ചേർക്കുന്ന ബാക്ടീരിയ, ഫംഗസ് മുതലായ സൂക്ഷ്മജീവികളെ പൊതുവായി വിളിക്കുന്ന പേരാണ് ഏത്? വിഘാടകർ എന്ന് പറയുന്നത്. ജൈവ അവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ചിട്ട് എന്ത് ചെയ്യാണ്? മണ്ണിനോട് ചേർക്കുകയാണ്. ഏതൊക്കെയാണ്? ബാക്ടീരിയയും ഫംഗസും മുതലായ സൂക്ഷ്മജീവികളെ പൊതുവായിട്ട് വിളിക്കുന്ന പേരാണ് വിഘാടകർ എന്ന് പറയുന്നത്. പഠിച്ചല്ലോ, ഒന്നിച്ചു നിൽക്കാം എന്നുള്ള ലെസണിൽ. അപ്പൊ ആദ്യത്തെ കണ്ണി ഏതാണ്? ഭക്ഷ്യശൃംഖലയിലെ ഹരിത സസ്യമാണ്. അവസാനത്തെ കണ്ണി ആരാണ്? മാംസ ഭോജികളാണ്. ആഹാരത്തിനായിട്ട് മറ്റുള്ള ജീവികളെ ആശ്രയിക്കുന്നവരാണ് ഉപഭോക്താക്കൾ. ഹരിത സസ്യങ്ങൾ സ്വയം ആഹാരം നിർമ്മിക്കുന്നതിന് അവയെ വിളിക്കുന്ന പേരെന്താണ്? ഉൽപാദകർ എന്നാണ്. ഈ പിക്ചർ
ഈ പിക്ചർ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വെക്കണം കേട്ടോ. നമ്മൾ ഇത്ര നേരം പറഞ്ഞില്ലേ, അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇതാണ് ഇവിടെ പരുന്ത് കണ്ടോ, പരുന്ത് ഇവിടെ എന്താണായിട്ട് വരിക, അവസാനത്തെ കണി മാംസഭോജിയാണ് അല്ലേ. എന്താ ഏത് പരുന്ത് എന്ന് പറയുന്നത് മാംസഭോജിയാണ്. അപ്പോൾ നിങ്ങൾ ഈ പിക്ചർ നിങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ നമ്മൾ ഇത്ര നേരം പഠിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതൊക്കെ SCRT കിടക്കുന്ന പോയിന്റ് ആണ് കേട്ടോ. നമുക്ക് എന്താണ് ഈ ടേബിളൊക്കെ നല്ല രീതിയിൽ പഠിക്കണം. ഇതാ ഉപഭോക്താക്കള്, വിഘാടകര്, ഉൽപാദകർ, പോഷക ഘടകങ്ങൾ കണ്ടോ. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഉൽപാദകർ ആരാണ്? നമുക്ക് കർഷകരായിട്ട് വരില്ലേ. കർഷകർ ആഹാരം, ഉപഭോക്താക്കൾ മൃതാവശിഷ്ടം, പിന്നെ വിഘാടകര് വിഘാടനം, പോഷക ഘടകങ്ങൾ. ഇത് നിങ്ങൾ ഈ സർക്കിൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. നമ്മൾ ഇത്ര നേരം പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ പറയാനുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അടുത്ത ലെസൺ നമുക്ക് ഉടനെ ചെയ്യണം. 10ാം ക്ലാസ് നമുക്ക് ഇനിയിപ്പോൾ LDCയുടെ നോട്ടിഫിക്കേഷൻ ഒക്കെ വരാനായി, LGS ഒക്കെ വരാനായി. ഡെയിലി നമുക്ക് ഒരു ലെസൺ വെച്ചിട്ട് പഠിച്ചാൽ മതി. അതായത് പതുക്കെ പഠിച്ചിട്ട് പോയാൽ മതി കേട്ടോ. പതുക്കെ ഉള്ളത് വ്യക്തമാക്കിയിട്ട് പഠിക്കുക. നമ്മുടെ ചാനലിൽ 2017 മുതൽ 2023 വരെയുള്ള ക്വസ്റ്റ്യൻസ്, അതിന്റെ അനുബന്ധ വിവരങ്ങൾ, ആ അനുബന്ധ വിവരങ്ങൾ തന്നെ SCRTയും അതുപോലെ NCERT പിന്നെ പ്രീവിയസ്, ഇത് ഈ മൂന്നും ബന്ധപ്പെടുത്തിയിട്ടാണ് നമ്മൾ അനുബന്ധ വിവരങ്ങൾ ചർച്ച ചെയ്തു പോകുന്നത്. നമുക്ക് എന്ത് ചെയ്യണം, നല്ല രീതിയിൽ ക്ലാസ്സുകൾ പഠിച്ചിട്ട് പോയാൽ, അതായത് നിങ്ങൾ പഠിക്കുക SCRTയിൽ ഓരോ ലെസൺ വെച്ചിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻസും അനുബന്ധ വിവരങ്ങൾ പഠിക്കുക. സിലബസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഏരിയയും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു എക്സാമും നല്ല രീതിയിൽ ക്രാക്ക് ചെയ്യാൻ പറ്റും. നല്ലൊരു റിവിഷൻ മെത്തേഡ് കൂടിയിട്ട് നമ്മൾ ഒപ്പം കൊണ്ടുപോകണം. നല്ല റിവിഷൻ വേണം. ഈ മൂന്നും പഠിച്ചു കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ റിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു പ്രിലിംസോ മെയിൻസോ എങ്ങനെ ചോദിച്ചാലും നമുക്ക് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ ചാനലിൽ ക്ലാസ്സുകൾ പോകുന്നത്. തീർച്ചയായിട്ടും വരാൻ പോകുന്ന എക്സാമുകൾക്ക് നല്ലൊരു മുതൽക്കൂട്ട് തന്നെയാകും. കാരണം അവിടുന്ന് ഇവിടുന്ന് ഒന്നും എടുത്തിട്ട് കുറേ വീഡിയോ എടുത്തിട്ടൊന്നും നമ്മൾ ക്ലാസ് എടുത്തിട്ടിരുന്നില്ല. ഈ 2017 2023 ക്വസ്റ്റ്യൻ പേപ്പർ അനുബന്ധ വിവരങ്ങൾ നല്ല രീതിയിൽ ചർച്ച ചെയ്തു പോകുന്നുണ്ട്. SCRTയിൽ സയൻസ് ഓരോ ലെസൺ വെച്ചിട്ട് ക്ലാസ്സുകൾ ചെയ്തു പോകുന്നുണ്ട്. ഇനി പിന്നെ നമ്മൾ ഓരോ മൊഡ്യൂളായിട്ട് ഇപ്പോൾ ഇന്ത്യൻ ജോഗ്രഫി ഏകദേശം കഴിയാനായിട്ടുണ്ട്. അതും 5ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള ക്ലാസ്സുകളെ ആസ്പദമാക്കിയിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ ചെയ്തു പോകുന്നത്. അപ്പോൾ ഇന്ത്യൻ ജോഗ്രഫി കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ അടുത്ത ഒരു മൊഡ്യൂൾ എടുക്കും. അപ്പോൾ ഇത് ചെയ്തിട്ട് നല്ല രീതിയിൽ റിവിഷനും ചെയ്തു പോയി കഴിഞ്ഞാൽ നമുക്ക് എക്സാം സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം കൂടിയിട്ട് ഒന്ന് കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തും. നമുക്ക് അടുത്ത ലെസണായിട്ട് ഉടനെ കാണാം. നന്നായി പഠിക്കണം കേട്ടോ. നല്ല രീതിയിൽ പഠിക്കുക. നല്ല കോൺഫിഡൻസോട് കൂടിയിട്ട്, സെൽഫ് കോൺഫിഡൻസ്, നല്ല സ്മാർട്ട് സ്റ്റഡി. ഓക്കെ, ഹാർഡ് വർക്ക് അല്ല ഇവിടെ വേണ്ടത്. സ്മാർട്ട് സ്റ്റഡീനെ കുറേ വാരി വലിച്ചിരുന്ന് പഠിക്കരുത്. സ്മാർട്ടായിട്ട് നമുക്ക് നമ്മുടെ ചാനലിലൂടെ ക്ലാസ്സുകൾ കൊണ്ടുപോകാം. തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത ലെസണിൽ വീണ്ടും കാണാം. താങ്ക് യു.